നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. LPST എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. LPST എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ 20-നാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം. ഇതുകൂടാതെ LPUP അസിസ്റ്റന്റ് എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലുള്ള ക്ലാസ്സുകളും വാച്ച് ചെയ്യാവുന്നതാണ്. LPST മാരത്തോൺ 1ാം ക്ലാസ്സിലെ ആദ്യ ദിനം തന്നെ ക്ലാസ് ടീച്ചറോടൊപ്പം കുട്ടികൾ സ്കൂൾ നടന്നു കാണുകയും ഹെഡ് മാസ്റ്റർ, മറ്റ് അധ്യാപകർ, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജീവനക്കാർ, ഓഫീസ് ജീവനക്കാർ എന്നിവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ ക്ലാസ് ടീച്ചറുടെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? അപ്പോൾ 1ാം ക്ലാസ്സിലെ ആദ്യ ദിനം തന്നെ ക്ലാസ് ടീച്ചറോടൊപ്പം കുട്ടികൾ സ്കൂൾ മുഴുവൻ നടന്നു കാണുകയും ഹെഡ് മാസ്റ്റർ, മറ്റ് അധ്യാപകർ, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജീവനക്കാർ, ഓഫീസ് ജീവനക്കാർ എന്നിവരെല്ലാം പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇതിലൂടെ ക്ലാസ് ടീച്ചറുടെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? സാമൂഹിക മര്യാദകൾ പഠിക്കാൻ കുട്ടികളെ സഹായിക്കൽ, മുതിർന്നവരെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ, സ്കൂൾ അന്തരീക്ഷം പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കാൻ, സാമൂഹിക മര്യാദകൾ സ്വയം ആർജിക്കാൻ കുട്ടികളെ സഹായിക്കാൻ. ഏതാണ് അതിൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. സ്കൂൾ അന്തരീക്ഷം പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കാനാണ്. ചുവടെ കൊടുത്തവയിൽ നിന്ന് വില്യം വുണ്ട് എന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചുവടെ കൊടുത്തവയിൽ നിന്ന് വില്യം വുണ്ട് എന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു. പരീക്ഷാ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. മനഃശാസ്ത്ര ഗവേഷണത്തിലെ ആത്മനിഷ്ഠ രീതിയെ കൂടുതൽ കൃത്യവും ശാസ്ത്രീയവുമാക്കി. നിരവധി പരീക്ഷണങ്ങളിലൂടെ മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എല്ലാം ശരിയാണ്, 1 മാത്രം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, അതായത് 1ഉം 2ഉം ശരിയാണ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം വൂണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു. അതുപോലെ പരീക്ഷാ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അടുത്ത ചോദ്യം, ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? മാക്സ് വെർത്തിമർ, സ്റ്റീഫൻ ബെർഗ്, സ്റ്റീഫൻ എം കോറി, ലോറൻസ് കോൾബർഗ്. ഇതിൽ ആരാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ്? സ്റ്റീഫൻ എം കോറിയാണ്. സ്റ്റീഫൻ എം കോറി. ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വില്യം വൂണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യൂങ്, വില്യം ജെയിംസ്. ഇതിൽ ആരാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്? കാൾ യൂങ് ആണ്. കാൾ യൂങ്. എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യപ്പെടുന്നത്? അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യപ്പെടുന്നത് ഏതിലാണ്? ആദ്യത്തെ ഓപ്ഷൻ സാശ്രയത്വം, അതുപോലെ ജാള്യതയും സംശയവും, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷം, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി, സ്വാവബോധം അഥവാ അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഗാഠബന്ധം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പോൾ ഈ ഒരു കൗമാരകാലത്തിലെ അസ്തിത്വ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വാവബോധം, അതുപോലെ റോൾ സംശയങ്ങൾ, അതാണ് വരുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? എറിക് എച്ച് എറിക്സൺ. അദ്ദേഹമാണ് മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ കൊണ്ടുവന്നത്. എബ്രഹാം മാസ്ലോ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് നീഡ്സ്, അതിൽ ആദ്യ പടി എന്താണ്? എബ്രഹാം മാസ്ലോ ആണ് ആവശ്യങ്ങളുടെ ശ്രേണി അത് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ആദ്യത്തെ പടി ഏതാണ്? സുരക്ഷിതത്വ ആവശ്യങ്ങൾ, വളർച്ചാ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം. ഏതാണ് വരുന്നത്? ശാരീരിക ആവശ്യങ്ങൾ. ഒരു കുട്ടി ആദ്യം പൊതുവായ വസ്തുതകൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുതകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ഏത് തരം യുക്തിചിന്തയാണ്? ഒരു കുട്ടി ആദ്യം പൊതുവായ വസ്തുതകൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുതകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു.
ഇത് ഏത് തരം യുക്തിചിന്തയാണ്? കൺവേർജൻറ്റ്, ഇൻഡക്റ്റീവ്, ഡൈവേർജൻറ്റ്, ഡിഡക്റ്റീവ്. പ്രത്യേകമായ വസ്തുതകളിലേക്ക് നീങ്ങുകയും ചെയ്യാൻ ഡൈവേർജൻ്റ് ആണ്. ഡൈവേർജൻറ്റ്. പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത്. പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത്. അനുബന്ധിത പ്രതികരണം അഥവാ കണ്ടീഷണൽ റെസ്പോൺസ്, അനുബന്ധനം ചെയ്യാത്ത ചോദകം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അനുബന്ധിത ചോദകം അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം. ശരിക്കും പറഞ്ഞാൽ അനുബന്ധിത പ്രതികരണം അഥവാ കണ്ടീഷണൽ റെസ്പോൺസ് ആണത്. അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് ഒരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് സമായോജന ക്രിയതന്ത്രമാണ് ഉപയോഗിക്കുന്നത്? അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് പറയുന്നത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? ദമനം, നിഷേധം, ഉദാത്തീകരണം, യുക്തീകരണം. എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? റാഷണലൈസ് ചെയ്യുക അല്ലെങ്കിൽ യുക്തീകരണമാണ് ഈ പറയുന്നത്. തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാകുന്ന അവസ്ഥ. തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാകുന്ന അവസ്ഥ. അഫേസിയ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, സ്മൃതി ലോപം അഥവാ അംനേഷ്യ. ഇതിലേതാണ് വരുന്നത്? എഫേസിയ, അതായത് പൂർണ്ണമായോ ഭാഗികമായോ ഈ ക്ഷതം മൂലം ഉണ്ടാകുന്ന ഭാഷാപരമായ കഴിവുകൾ നഷ്ടപ്പെടുന്ന ആ ഒരു രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് അഫേസിയ. ഭൂപടം നന്നായി വായിച്ചു മനസ്സിലാക്കുന്ന ഒരു കുട്ടി മികവ് പുലർത്തുന്നത് ചുവടെ കൊടുത്ത ഏത് തരം ബുദ്ധിയിലാണ്? ഭാഷാപര ബുദ്ധി, ദൃശ്യ സ്ഥലപര ബുദ്ധി, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, പാരിസ്ഥിതിക ബുദ്ധി. ഏതിലാണ് വരുന്നത്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ദൃശ്യസ്ഥലപര ബുദ്ധി. ചുവടെ കൊടുത്തവയിൽ പഠിതാവിൻ്റെ ആന്തരികമായ അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗമേത്? പഠിതാവിൻ്റെ ആന്തരികമായ അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗം ഏതാണ്? പഠിതാവിൻ്റെ പാരിതോഷികങ്ങൾ നൽകുക, അച്ചടക്കത്തോടെ ഇരുത്തുക, പരസ്പര അധ്യാപനം പ്രോത്സാഹിപ്പിക്കുക, പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സാധിക്കുക. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പഠിതാവിൻ്റെ ആന്തരികമായ ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗം. അടുത്തത്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സാദിഖ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സാദിഖ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്, ലിബിഡോ, മനോവിശ്ലേഷണം. ഈഡിപ്പസ് കോംപ്ലക്സ്. അറിവ് സമ്പാദനം എന്നതിനെ സ്കീമകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാര്? അറിവ് സമ്പാദനം എന്നതിനെ സ്കീമകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.ബി. വാട്സൺ, ജെറോം എസ്. ബ്രൂണർ, ജീൻ പിയാഷെ, ലവ് വൈഗോട്സ്കി. ആരാണിത് പറഞ്ഞത്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെ. ലവ് വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? ചോദക പ്രതികരണ ബന്ധങ്ങൾ സംബന്ധിച്ച പഠനത്തിൻ്റെ ഒരു ശ്രേണിയായി, കുട്ടികളുടെ സാമൂഹികപരവും സാംസ്കാരികപരവുമായ അനുഭവങ്ങളുടെ ഫലമായി, പാരമ്പര്യമായി നിർണയിക്കപ്പെട്ടത് ജീവന ശാസ്ത്രപരമായി പക്വത കൈവരിക്കുന്നതിൻ്റെ ഫലമായി. വൈജ്ഞാനിക വികാസത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് വൈഗോട്സ്കി? കുട്ടികളുടെ സാമൂഹികപരവും സാംസ്കാരികപരവുമായ അനുഭവങ്ങളുടെ ഫലമായിട്ടാണ് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ രണ്ട് തരം ബുദ്ധികളായി തരംതിരിച്ച മനഃശാസ്ത്രജ്ഞനാര്? ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ. റെയ്മണ്ട് കാറ്റൽ, ഗിൽഫോർഡ്, എൽ.എൽ. തേഴ്സ്റ്റൺ, ഹൊവാർഡ് ഗാർഡനർ. ആരാണ് ഇങ്ങനെ റെയ്മണ്ട് കാറ്റലാണ്. റെയ്മണ്ട് കാറ്റൽ.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ജൂലൈ 20 വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് LP UP അതിൻ്റെ പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗിയുടെ പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ട്, കുട്ടികളുടെ മനഃശാസ്ത്രം. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.